ചില കാഴ്ചകളൊക്കെ അത്ഭുതപ്പെടുത്തുമെങ്കിലും അതിലൊക്കെ ഒരു അപകടവും ഒളിച്ചിരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ദൃശ്യം, കശ്മീരിൽ നിന്ന് പ്രചരിക്കുന്ന ദൃശ്യം, അതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. രാഹുൽജി നാഥുണ്ട് നമുക്കൊപ്പം. രാഹുൽ, ഈ പറയുന്ന പോലെ തന്നെയാണ് ചില ദൃശ്യങ്ങളൊക്കെ നമുക്ക് അത്ഭുതമുണ്ടെങ്കിലും അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഭീകരത അല്ലെങ്കിൽ അതിന്റെ അപകടം അത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല. ഇപ്പൊ ഈ കശ്മീരിൽ നിന്ന് പ്രചരിക്കുന്ന ഈ ദൃശ്യത്തിന് പിന്നിലുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ്? ഇത് കശ്മീരിലെ സോൻമാർഗിൽ നിന്നുള്ള ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്കറിയാം, നോക്കൂ, ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പലയധികം കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കശ്മീർ പോലൊരു സ്ഥലത്ത് പോകുമ്പോൾ കാലാവസ്ഥ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലുള്ള പല പ്രദേശങ്ങൾ. അപ്പോൾ നമ്മളൊരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ കൃത്യമായി നോക്കുന്നത് ഇപ്പോൾ അങ്ങോട്ട് പോകാനുള്ള കാലാവസ്ഥ അനുകൂലമായിരിക്കുമോ, എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാകാം എന്നൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രദേശമാണിത്. അപ്പോൾ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് കാര്യമാണ്. ഇവിടെ നോക്കൂ, ഇവിടെ പെട്ടെന്ന് അദ്ദേഹം കാഴ്ചകൾ പകർത്തുമ്പോഴാണ് ഇങ്ങനെ ഈ ഹിമതാപം ഉണ്ടാകുന്നത്. ഇങ്ങനെ ഒഴുകി വരികയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ബാഹുബലി സിനിമയിലാണ് അതിൻ്റെ ഭീകരത കണ്ടിട്ടുള്ളത്. കാരണം നായകൻ രക്ഷപ്പെടുന്നതും. അപ്പം സ്വാഭാവികമായിട്ടും അത് മരണത്തിന് ഇടയാക്കാൻ കഴിയുന്ന രീതിയിലാണ് ഹിമതാപം ഉണ്ടാകുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നത്, ഞാൻ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്, അദ്ദേഹം നിൽക്കുന്നു, ക്യാമറ ഉണക്കി ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഉണ്ടാകുന്നു, ഇത് ഷൂട്ട് ചെയ്യുന്നുള്ളൂ, അവരെ കടന്ന് ഒരു ഭാഗം പോകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ തന്നെ പറയുന്ന ഈ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയുന്ന കാര്യമെന്ന് പറയുന്നത്, ഈ വിഷ്വൽ ഇങ്ങനെ കിട്ടിയത് കൊണ്ട് നമ്മൾ വാർത്തയാക്കുന്നതിനപ്പുറത്തേക്ക് ഇത്തരം കാഴ്ചകൾ എടുക്കുമ്പോൾ അതിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അത് ഭാവിയിൽ ഉണ്ടാക്കാവുന്ന, അല്ലെങ്കിൽ ആ നിമിഷം നമ്മളെ അപകടത്തിലെത്തിക്കുന്ന സാഹചര്യം കൂടി നമ്മൾ പരിശോധിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ അഡ്വഞ്ചറസ് സ്പോർട്സിന് പോകുമ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ, സുരക്ഷാ മാർഗ്ഗങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ടാണ് ഈ ആളുകൾ ഇത് ചെയ്യുന്നത്. ഇവിടെ അതൊന്നുമില്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലേക്ക് എടുത്തു ചാടാതിരിക്കുക എന്നുള്ളതാണ്. ദൃശ്യം മനോഹരമാണെങ്കിൽ പോലും അത് ഷൂട്ട് ചെയ്യുന്ന ആൾ നിന്ന സാഹചര്യവും കാര്യങ്ങളും, അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളും നോക്കിയിട്ട് വേണം നമ്മൾ ഒരു കാഴ്ചയെ പകർത്താനോ അല്ലെങ്കിൽ കാഴ്ച ആസ്വദിക്കുക ചെയ്യേണ്ടത്.